സി ക്യാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സി ക്യാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുവാനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ചട്ടമല സെൻറ് മേരീസ് തീർത്ഥാടന ദേവാലയത്തിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് ചിന്തിച്ച് വൈദ്യസഹായം തേടാതെ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിക്കുന്നത് ശരിയാണോ? സിസ്റ്റർ തന്നെ ആ ചോദ്യം ചോദിച്ച് ഞാൻ എന്താണ് അതിന് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇല്ലേ? അതായത് പ്രാർത്ഥിച്ചാൽ രോഗം സുഖപ്പെടുവോ എന്ന് ചോദിച്ചാൽ സുഖപ്പെടുവോ? വിശുദ്ധ ബെനഡിക്റ്റ്, സിസ്റ്റർ ബെനഡിക്റ്റ് ആണല്ലേ, വിശുദ്ധ ബെനഡിക്റ്റ് എത്രയോ രോഗികളെ സുഖപ്പെടുത്തി അല്ലേ? അപ്പോൾ തീർച്ചയായും ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നതാണ് സഭയുടെയും നിലപാട്. സിസ്റ്റർ ചോദിച്ചത് വളരെ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം അതൊരു അബദ്ധം അത്തരത്തിലുള്ള നിലപാടുകളിലുണ്ട് അല്ലേ? ഞങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കുകയല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ചില ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്രകാരം അവർ കൊട്ടിപ്പാടിയിരുന്ന് പല രോഗികളും മരിച്ചു പോകാൻ ഇടവന്നിട്ടുണ്ട് എന്നൊക്കെയും നമ്മൾ കാണുകയും കേൾക്കുകയും വായിച്ചറിയുകയൊക്കെ ചെയ്യുന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് പ്രാർത്ഥന തീർച്ചയായും ഗുണകരമാണ്. പ്രാർത്ഥനയിലൂടെ ദൈവം തിരുമനസ്സായാൽ പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്യാം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം തന്നെയാണ് ഈ വൈദ്യശാസ്ത്രത്തെ ഇത്രയും വളർത്തിയതും നല്ല നല്ല ആശുപത്രികൾ സ്ഥാപിച്ച് പറ്റിയ ഡോക്ടർമാരെ നിയോഗിച്ചതും ഇല്ലേ? അതായത് ജലപ്രളയം വന്ന് വീട് മുങ്ങാൻ തുടങ്ങിയപ്പോൾ ചേടത്തി പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ രക്ഷിക്കണമേ. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് വന്നു. ചേടത്തി പറഞ്ഞ് ഞാൻ കയറിയല്ല, എന്നെ ദൈവം രക്ഷിക്കും. വീണ്ടും ആളുകൾ വന്നു, ചേടത്തി കയറിയല്ല. അവസാനം ഹെലികോപ്റ്ററിൽ സൈനികൻ വന്ന് എയർലിഫ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. ചേടത്തി സമ്മതിക്കുകയല്ല, എന്നെ ദൈവം തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പം ചേടത്തി വെള്ളം മുങ്ങി മരിച്ചു. സ്വർഗത്തിൽ ചെന്നപ്പോൾ ചേടത്തി ദൈവത്തോട് ചൂടായെന്ന് പറഞ്ഞു. ഒരു പഴയ കഥയാണ്. ചൂടായപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് തലയ്ക്ക് ഓളമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് 3 പേരെ നിൻ്റെ അടുത്തേക്ക് വിട്ടു അല്ലേ? 3 കൂട്ടരുടെ അടുത്ത് നീ പറ്റിയല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്കെന്നാ വഴിയുള്ളതിനെ രക്ഷിക്കാൻ എന്നതുപോലെയാണ് നമ്മൾ ഈ നല്ല ഡോക്ടർമാരുടെ സഹായം തേടുന്നത്, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്, ശരിയായ മരുന്ന് കുറിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ശരിയായ രോഗനിർണയം നടത്താൻ സഹായിക്കുന്നത്. ആ ഡോക്ടർമാരിലൂടെയും ദൈവം പ്രവർത്തിക്കും ഇല്ലേ? ദൈവമാണെങ്കിൽ നേരിട്ട് എൻ്റെ മുമ്പിൽ വരട്ടെ എന്നുള്ള ആ വെല്ലുവിളി ആയിട്ട് പ്രാർത്ഥനയെ കരുതരുത്. മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അനേകം വഴികളുണ്ട് രക്ഷയ്ക്ക് വേണ്ടി എന്ന് തിരിച്ചറിയുകയും ചികിത്സയും മരുന്നും പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമഗ്രതയുടെ ആധ്യാത്മികതയാണ് ആരോഗ്യകരമായ ആധ്യാത്മികത എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, എത്ര വിദഗ്ധനായ ഡോക്ടർക്കും ചിലപ്പോൾ കൈപ്പിഴകൾ പറ്റാം. പക്ഷേ ഡോക്ടറാണല്ലോ ഓപ്പറേഷൻ നടത്തുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയും ചികിത്സയും എല്ലാം ദൈവത്തിൻ്റെ വ്യത്യസ്തമായ
സൗഖ്യമാർഗങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ രീതി. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? സിന്ധു. ഓക്കെ, സിന്ധു ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, സസ്യങ്ങളിലും മൃഗങ്ങളിലും മനുഷ്യരിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്താറുണ്ടല്ലോ, ഇതേപ്പറ്റി സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? യെസ്, അതായത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. സസ്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ ജന്തുക്കളിൽ, മനുഷ്യരിൽ. ഇവയെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ കാണും. സസ്യങ്ങളിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് മനുഷ്യരിൽ നടത്തുന്ന പരീക്ഷണത്തിൻ്റെ അത്രയും ഗൗരവമുള്ള വിഷയമല്ലത്. എന്നാൽ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഭക്ഷ്യവിപണിയിൽ ലഭ്യമാണ്. ജനിതക വഴുതന നമുക്കറിയാം അല്ലേ? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇന്നുണ്ടായിട്ടുണ്ട്. ആ തരത്തിലുള്ള വിളകൾ ഭക്ഷിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തുമാത്രമുണ്ട്, അത് മനുഷ്യൻ്റെ ഹോർമോണുകളെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അതായത് സസ്യങ്ങളിൽ പരീക്ഷണം നടത്തുന്നത് ഓക്കെ, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ സസ്യങ്ങളിൽ പരീക്ഷണം നടത്തിയതിൻ്റെ ഉൽപ്പന്നങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ധാർമ്മിക വിഷയമായി തീരുന്നുണ്ട്. അത് നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? അത് തിരിച്ചറിയാതെ പോകുമ്പോൾ അപകടമാണ്. സസ്യങ്ങളുടെ ധാർമ്മികത എന്ന് പറഞ്ഞൊരു ധാർമ്മികത നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മൂവാണ്ടം മാവേൽ മറ്റൊരു സേലം മാങ്ങ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു, അതുണ്ടാകുന്നു. അത് ധാർമ്മികമായി തെറ്റാണ് എന്ന് പറയേണ്ട കാര്യമില്ല അല്ലേ? അതായത് വൃക്ഷങ്ങളുടെ ധാർമ്മികത എന്ന് പറയുന്നൊരു ധാർമ്മികതയില്ല. അതേസമയം വൃക്ഷങ്ങളിൽ നടത്തിയ ജനിതക പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ അത് മനുഷ്യനിൽ വരുത്തുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അത് ധാർമ്മികതയുടെ വിഷയമാണ് താൻ. അതുപോലെ തന്നെയാണ് മൃഗങ്ങളിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ. മൃഗങ്ങളിൽ നടത്തുന്ന നമുക്കറിയാം, അതുപോലെയുള്ള സങ്കര ഇനം മൃഗങ്ങളെ ജനിപ്പിക്കാറുണ്ട് അല്ലേ? നാടൻ പശുക്കളും ജേഴ്സി പശുക്കളും ചേർന്ന് സങ്കര ഇനം മൃഗങ്ങൾ ജനിപ്പിക്കപ്പെടുന്നു. അതിനെക്കുറിച്ച് അത് ധാർമ്മികതയുടെ വിഷയമല്ല, മൃഗത്തിൻ്റെ ധാർമ്മികത ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. മറിച്ച് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് വേണം ഇത്തരം പരീക്ഷണങ്ങളെ നമ്മൾ വിലയിരുത്തുവാൻ വേണ്ടി. മനുഷ്യനിലേക്കാണ് ഈ പരീക്ഷണം വരുന്നത് എന്ന് വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ വലിയ ധാർമ്മിക വിഷയമായിത്തീരുന്നു. ഇപ്പോൾ ഉദാഹരണമായി ക്ലോണിങ്, സ്റ്റെം സെൽ റിസർച്ചുകൾ, ഇതൊക്കെയും വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് വളരെ അധികം വളർച്ച നേടിയിട്ടുള്ള മേഖലകളാണ്. ഈ മേഖലകളിലെ ധാർമ്മിക വിഷയങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതേക്കുറിച്ച് ഇതിന് മുമ്പുള്ള ചില എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ക്ലോണിങ് നമുക്ക് സ്വീകാര്യമല്ലാത്തത്, അതുപോലെ തന്നെ സ്റ്റെം സെൽ റിസർച്ചുകൾ സഭയ്ക്ക് സ്വീകാര്യമല്ലാത്തത് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. അതായത് ഇത്തരം പരീക്ഷണങ്ങൾ മനുഷ്യജീവൻ്റെ മഹത്വത്തെ തമസ്കരിക്കുന്നു. ക്ലോണിങ്ങിലൂടെ ഞാൻ എൻ്റെ ഒരു കാർബൺ കോപ്പി ഉണ്ടാക്കി സൂക്ഷിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും കുഴപ്പം എൻ്റെ ഏതെങ്കിലും അവയവത്തിന് പറ്റിയാൽ ആ ക്ലോണിൽ നിന്ന് ആ അവയവം എടുത്ത്, അല്ലെങ്കിൽ ആ അവയവത്തിൻ്റെ സ്റ്റെം സെല്ലുകൾ എടുത്ത് എന്നിൽ നിക്ഷേപിച്ച് എൻ്റെ പ്രശ്നം പരിഹരിക്കുക. പക്ഷേ ക്ലോണിങ്ങിലൂടെ ഉണ്ടായത് ഒരു മനുഷ്യ വ്യക്തിയാണ് എന്നുള്ള സത്യം ഞാൻ മറക്കുകയും എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പിനി ടയർ പോലെ ഞാൻ ആ ക്ലോണിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നത് ആ ക്ലോണായ മനുഷ്യ വ്യക്തിയോടുള്ള അനാദരവാണ്. സ്റ്റെം സെൽ റിസർച്ചുകളിലും ഇത് തന്നെയാണ്
സംഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ സസ്യം, മൃഗം, മനുഷ്യൻ എന്നിവയിലെ പരീക്ഷണങ്ങളെ വ്യത്യസ്ത തലങ്ങളിലാണ് ധാർമ്മികമായി വിലയിരുത്തേണ്ടത്. പിതാവ്, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ സസ്യങ്ങൾ നടത്തുന്ന പോലെ തന്നെ മൃഗങ്ങളിലും പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ചില മരുന്നുകൾ അത് എത്രമാത്രം നല്ലതാണെന്നറിയാൻ, അല്ലെങ്കിൽ എത്രമാത്രം വിജയശതമാനം ഉണ്ടെന്നറിയാൻ വേണ്ടി മൃഗങ്ങളിലൊക്കെ പരീക്ഷിക്കാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത് ചെയ്യുന്നത് അതിനോട് കാണിക്കുന്നൊരു ക്രൂരതയല്ലേ? അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? യെസ്, അതായത് അത് പൊതുവേ എല്ലാ രാഷ്ട്രങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. മനുഷ്യനിൽ ഒരു മരുന്ന് പരീക്ഷിക്കുന്നതിന് മുൻപ് അത് മൃഗങ്ങളിൽ, അതായത് മനുഷ്യൻ്റെ കോശഘടനയോട് സാദൃശ്യമുള്ള മൃഗങ്ങളിൽ അത് പരീക്ഷിച്ച് അതിൻ്റെ ഫലസിദ്ധിയെക്കുറിച്ച് അറിയണം എന്നുള്ളത്. തീർച്ചയായും അത് ആ മൃഗത്തിന് ആ രോഗമില്ലാത്തപ്പോൾ ആ രോഗത്തിൻ്റെ അണുക്കൾ കുത്തിവെച്ച് ഈ മരുന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുമ്പോൾ അത് ആ മൃഗത്തോട് കാണിക്കുന്ന അന്യായമുണ്ട്. അതിനകത്ത് ആ മൃഗം ഒരു ബലിയാടായി മാറുകയാണ്. അങ്ങനെയാണ് ഗിനിപ്പന്നികൾ എന്നുള്ള ആശയം തന്നെ. ഗിനിപ്പന്നിയിൽ അത് ചെയ്യുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ഗിനിപ്പന്നികൾ ഒരു വർഷത്തിൽ തന്നെ 2-3 തലമുറ ഉണ്ടാകും. അതുകൊണ്ട് അവയിൽ പരീക്ഷണം നടത്തിയാൽ അതിൻ്റെ റിസൾട്ട് അടുത്ത തലമുറയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് ആ ഒരു പദപ്രയോഗം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ ധാർമ്മികതയെ വിലയിരുത്തുമ്പോൾ സഭയുടെ നിലപാട് ഇപ്രകാരമാണ്. ഇതിൻ്റെ ഉദ്ദേശം അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ എയ്ഡ്സിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. ആ എയ്ഡ്സിനുള്ള മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് ആദ്യമേ തന്നെ മനുഷ്യനിൽ പരീക്ഷിക്കുക എന്ന് പറയുന്നത് അപകടകരമാണ്. അത് എലികളിലോ അതുപോലെ സമാനമായ ജീവികളിലോ അത് പരീക്ഷണം നടത്തി അതിൻ്റെ വിജയശതമാനം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് മനുഷ്യരിൽ പരീക്ഷിക്കേണ്ടത് എന്നുള്ള അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് സഭയ്ക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അപ്രകാരം, കാരണം മനുഷ്യജീവനിൽ പരീക്ഷിക്കുന്നതിനേക്കാളും ധാർമ്മികമായി പ്രതിസന്ധി കുറഞ്ഞ കാര്യം ഇത്തരം മൃഗങ്ങളിൽ പരീക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ അനാവശ്യമായി മൃഗങ്ങളെ പീഡനവിധേയമാക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പോലും തവളയുടെ ഹൃദയം ഇടിക്കുന്നത് കാണാൻ വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സാറ് വന്ന് ഒരു പാവം തവളയെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ 4 കാലും മൊട്ടുസൂചി അടിച്ച് മേശയെ വെച്ച് ബ്ലേഡ് കൊണ്ട് വയറ് കീറി പിള്ളേരെ കാണിക്കുന്നു. ഇതാണ് തവളയുടെ ഹൃദയം ഇടിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നത് എന്തൊരു ക്രൂരതയാണ്, ഇല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഓരോ ജീവിയെ, പാറ്റായെ കൊണ്ടുവന്നു, പാറ്റായുടെ കാലിതാണ്, പാറ്റായുടെ കാലിന് ഇത്ര നീളമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അത് പറിച്ചെടുത്ത് ഇത്രയും നീളമുണ്ട്. പാറ്റായുടെ ചിറകിതാണ്, അത് പറിച്ചെടുക്കുന്നു. പാവം പാറ്റ ഈ ദുഷ്ടന്മാരുടെ വികൃതിക്കിടയിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള മൃഗീയെന്ന് പറയത്തില്ല, വെറും പൈശാചികമായ പരീക്ഷണങ്ങളുണ്ട്. അവയും വേദനയുള്ളവയാണ്. അവയുടെ ജീവനും മൂല്യമുണ്ട്. ഓരോ മൃഗത്തിനും മൂല്യമുണ്ട്. മനുഷ്യജീവന് മാത്രമേ മൂല്യമുള്ളൂ എന്ന് നമ്മൾ ധരിച്ചു വെക്കരുത്. മനുഷ്യജീവന് മൃഗങ്ങളുടെ ജീവനേക്കാളും മൂല്യമുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഓരോ മൃഗത്തിൻ്റെ ജീവനും മൂല്യമുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളെ അനാവശ്യമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജൈവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അനേകായിരം മൃഗങ്ങളെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ വളർത്തി ഈ ജൈവായുധങ്ങൾ, രോഗാണുക്കൾ, അവയ്ക്കിടയിലേക്ക് രോഗാണു വർഷിക്കുന്ന ബോംബിട്ട് അവ എങ്ങനെ മൃഗങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു പരീക്ഷണമാണ്. മൃഗങ്ങളിൽ നടത്തുന്ന പരീക്ഷണത്തിന് ഭാവാത്മകമായ പോസിറ്റീവായ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ അവ ന്യായീകരിക്കാവുന്നതാണ്. എന്നാൽ അവയുടെ ലക്ഷ്യങ്ങളും വിനാശകരമാണ് എങ്കിൽ അത് ന്യായീകരിക്കപ്പെടാൻ പാടില്ല. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജിൻഡോ അല്ലേ? ഓക്കെ, ചോദ്യം എന്താണ് ജിൻഡോയുടെ? പിതാവേ, മനുഷ്യന് ആവശ്യമായുള്ള അവയവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്.
ആ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ശരിയാണോ? അതായത് ജിൻഡോ സാർ ചോദിക്കുന്ന ഇതാണ്, മനുഷ്യന് ദൈവം ആവശ്യത്തിനുള്ള അവയവങ്ങളെ കൊടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊന്നും ഇല്ല, ഇല്ലേ? വല്ലോ കുടവയറൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, അതാർക്കും ദാനം ചെയ്താലോട്ട് വേണ്ടതാണ്, ഇല്ലേ? മനുഷ്യന് ആവശ്യമുള്ളതേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അതേതാണ്? ആ അവയവങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കവേ തന്നെ ദാനം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ധാർമ്മികതയിൽ പറയുന്ന ഒരു ഉത്തരം സമഗ്രതാ തത്വം എന്ന ഒരു തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. അതായത് ഒരു മനുഷ്യ വ്യക്തിക്ക് ആ മനുഷ്യ വ്യക്തിയുടെ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സമഗ്രതയിൽ നിർവഹിക്കാൻ ആവശ്യമായ അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് 2 കൈ ഉണ്ടല്ലോ, എന്നാൽ ഒരു കൈ ഒരാൾക്ക് വെച്ച് പിടിപ്പിച്ചാൽ ചിലപ്പോൾ അയാളുടെ മുറിഞ്ഞ കൈക്ക് പകരമാകുമല്ലോ, എന്നാൽ ഞാൻ ഈ കൈ വെട്ടിയെടുത്തോളാൻ പറയരുത്. കാരണം എന്താണ്? അതെൻ്റെ സമഗ്രതയെ ദോഷകരമായി ബാധിക്കും, ഇല്ലേ? അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം, ആ ഹൃദയം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാണ്ടാകും, അത് ദാനം ചെയ്യാൻ പറ്റിയല്ല എനിക്ക്. അതേസമയം കിഡ്നി ദാനം ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്? ഒരു കിഡ്നി കൊണ്ട് തന്നെ ഒരു മനുഷ്യന് അവൻ്റെ സമഗ്രത ജീവിക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് ആ സമഗ്രതയെ നശിപ്പിക്കാത്ത തരത്തിലുള്ള അവയവദാനങ്ങൾ സ്വീകാര്യമാണ്, അത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്, മാതൃകാപരമാണ്. 2 കിഡ്നിയും ഒരു മനുഷ്യൻ്റെ അപകടത്തിലായി കിഡ്നി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. അത് പലപ്പോഴും ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് നടത്തിയാണ് അത്തരം രോഗികൾ തങ്ങളുടെ ജീവിതം നീട്ടുന്നത് എന്ന് നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ മുന്നോട്ട് വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തുപോകുന്നു എന്ന സാഹചര്യം വന്നാൽ ഒരു കിഡ്നി ദാനം ചെയ്യുന്നത്, വൃക്കദാനം ഒരു മഹാദാനം തന്നെയാണ്. ഒരു ജീവൻ നമ്മൾ നീട്ടിക്കൊടുക്കുകയാണ്, അത് പുണ്യപ്രവൃത്തിയാണ്. അതിലൂടെ നമ്മുടെ സമഗ്രതയുടെ പ്രവർത്തനത്തിന് ദോഷം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ കരൾ ദാനം ചെയ്യുക. കരൾ ദാനം ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ കരളിൻ്റെ ഒരു 30% കൊണ്ട് ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഭംഗിയായി നിർവഹിക്കാൻ കരളിന് പറ്റും. എന്നാൽ അതുകൊണ്ടാണ് കരളിന് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നമ്മൾ അറിയാൻ വളരെ വൈകുന്നത്. കാരണം എന്താണ്? ഈ 30%-ലും താഴേക്ക് രോഗാവസ്ഥ എത്തിക്കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നിന്ന് കരളിൻ്റെ ഒരു ഭാഗം മുറിച്ച് മറ്റൊരു വ്യക്തിയിൽ അത് തുന്നിച്ചേർത്ത് ആ വ്യക്തിയുടെ ജീവിതം മുമ്പോട്ട് പോകാൻ സഹായം നൽകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് ആരോഗ്യകരമാണ്. ഈ മുറിച്ചു മാറ്റിയ കരൾ ഭാഗം അദ്ദേഹത്തിൽ വളരുകയും അത് സ്വാഭാവികമായി തീരുകയും ചെയ്യും എന്നാണ് കണ്ടെത്തപ്പെടുന്നത്. ആ അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ സമഗ്രതയെ അത് ദോഷകരമായി ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ, അത് ഒരു വ്യക്തിയുടെ സമഗ്രതയെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമല്ല. അത്തരത്തിൽ തീർച്ചയായും ഇതിനെല്ലാം അതിൻ്റേതായ വൈദ്യശാസ്ത്രപരമായ റിസ്കുകളുണ്ട്. അത് എല്ലാം ഒത്തു വന്നെങ്കിൽ മാത്രമേ ഡോക്ടർമാരും സമ്മതിക്കാറുള്ളൂ. ഇപ്പോൾ വഴിയെ പോകുന്ന ഒരുത്തിൻ്റെ കിഡ്നി എടുത്ത് വേറെ ആൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയല്ല, അല്ലെ എൻ്റെ കിഡ്നി ഇതാ എടുത്തു അയാൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറ്റിയല്ല. അത് ഒത്തുപോകുന്നതാണോ എന്ന് 100 കണക്കിന് പരീക്ഷണങ്ങളിലൂടെ ടെസ്റ്റുകളിലൂടെ കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു അവയവദാനം പോലും സാധ്യമാവുള്ളൂ. അങ്ങനെ എല്ലാം ഒത്തുവരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചില അവയവദാനങ്ങൾ എന്താണ്? സ്വീകാര്യമാണ്.
അത് സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് സഭാ നിയമം അനുസരിച്ച് അനുവദനീയമാണ്. മരണശേഷം നമ്മുടെ ഏത് അവയവവും ദാനം ചെയ്യുന്നതിന് സഭ നമ്മെ അനുവദിക്കുന്നുണ്ട്. ആകെ കൂടി ലൈംഗിക അവയവങ്ങളും ലൈംഗിക ഗ്രന്ഥികളും ദാനം ചെയ്യുന്നതിനെ സഭ വിയോജിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തിയുടെ തനിമയെ ദോഷകരമായി ബാധിക്കുന്നു. മറ്റൊരാളുടെ തനിമ മാറ്റപ്പെടുകയാണ്. നമ്മുടേതായ ഇത്തരത്തിലുള്ള ലൈംഗിക ഗ്രന്ഥികൾ ആ വ്യക്തികളിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ തനിമയെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതിനാൽ അതിനെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റെല്ലാ തരത്തിലുമുള്ള അവയവ മാറ്റങ്ങളെ, ഹൃദയം, ശ്വാസകോശം, കണ്ണ് ഒക്കെയും ദാനം ചെയ്യുന്നതിനെ സഭ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, സജി സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സഭയുടെ മതബോധന ഗ്രന്ഥം 2291 കണ്ണികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരു രോഗി ജീവൻ്റെ നാഥനെ ദർശിക്കുന്നതിന് ആവശ്യമായ കൂദാശകൾ അവൻ്റെ ബന്ധുക്കൾ യഥാസമയം നൽകേണ്ടതാണ്. അങ്ങനെ കൂദാശകൾ നൽകാതിരിക്കുന്നത് തെറ്റാണോ? അഥവാ രോഗി കൂദാശകൾ സ്വീകരിക്കാതെ മരണപ്പെട്ടാൽ ബന്ധുക്കൾക്കും രോഗിക്കും അതിൽ പാപകരമായ ഉത്തരവാദിത്വമുണ്ടോ? യെസ്, അതൊരു നല്ല ചോദ്യമാണ് സജി സാറ് ചോദിച്ചത്. അതായത് ഈ രോഗീലേപനം എന്ന കൂദാശ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മരണയാത്രയിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നത് ആ വ്യക്തി ദിവ്യകാരുണ്യ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച് പൂർണ്ണ പാപവിമോചനം നേടി വിശുദ്ധമായ ആത്മാവോടെ കർത്താവിനോടൊത്ത് സ്വർഗയാത്ര ചെയ്യുന്നു. അതാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനം. ഇതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കവേ കുടുംബാംഗങ്ങളുടെ അവിശ്വാസവും കെടുകാര്യസ്ഥതയും കൊണ്ട് അത് രോഗിക്ക് നിഷേധിക്കപ്പെട്ടാൽ ആ വ്യക്തികൾ അതിന് കുറ്റക്കാരാണ് ദൈവത്തിനു മുമ്പിൽ. കാരണം എന്താണ്? ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ സഹായം ചെയ്തു കൊടുക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് തികച്ചും കുറ്റകരം തന്നെയാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ അതിനുള്ള വഴികൾ ഒത്തുവന്നെന്ന് വരികയില്ല. കാരണം ആ ഒരു വ്യക്തി മരണവെപ്രാളത്തിലായിരിക്കുന്ന ആ നേരത്ത് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനാണോ ശ്രമിക്കേണ്ടത്, അച്ഛനെ വിളിക്കാനാണോ ഓടേണ്ടത് എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവരടിയന്തരമായി രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ആ വിശുദ്ധ കുർബാനയും കുമ്പസാരത്തിനുമുള്ള സാഹചര്യമോ ശാരീരിക അവസ്ഥയോ ആയിരിക്കുകയല്ല രോഗിക്കുണ്ടാവുക. അപ്രകാരമുള്ള പ്രതിസന്ധികളിൽ അവർ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡോക്ടറുടെ സമ്മതത്തോടുകൂടി ഇപ്രകാരമുള്ള കൂദാശകൾ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മരണകരമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും വേഗത്തിൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ നൽകാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള സത്യം ഓർക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തുന്നതിന് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മൂല്യമുള്ള പുണ്യപ്രവൃത്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്രകാരമുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്നതിന് കിട്ടുന്ന അവസരങ്ങൾ ഓരോ വിശ്വാസിയും ഫലപ്രദമായി വിനിയോഗിക്കണം. പലപ്പോഴും അക്രൈസ്തവരായ ഡോക്ടർമാർ പോലും അതിനുവേണ്ടി പറയാറുണ്ട്, ഇനി എനിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലെ അച്ഛനെ വിളിച്ച് വേണ്ട കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിക്കൂ എന്ന് പല അക്രൈസ്തവ ഡോക്ടർമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അങ്ങനെ പോയി രോഗികൾക്ക് വേണ്ടി രോഗീലേപന കൂദാശ നൽകിയിട്ടുമുണ്ട്. അതായത് പലപ്പോഴും അക്രൈസ്തവർക്ക് പോലും അറിയാം ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ ഒരു വലിയ കാര്യം മരണത്തോടനുബന്ധിച്ചുണ്ട് എന്നുള്ളത്. എന്നിട്ടും പല വിശ്വാസികളും തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടത്ര ശ്രദ്ധ വയ്ക്കുന്നില്ല എന്നുള്ളത് വിശ്വാസ വഴിയിലെ അപജയമാണ്. അത് മാതാപിതാക്കളോട് കാട്ടുന്ന ഏറ്റവും വലിയ അന്യായമാണ് എന്നുകൂടി തിരിച്ചറിയും. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല.
അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.